എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ്. സോഷ്യൽ സയൻസ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഹൈസ്കൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. സിന്ധു നദീതട സംസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വളരെ ശ്രദ്ധയോടെ എല്ലാവരും ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പ് ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സിന്ധു നദീതട സംസ്കാരം 3000 to 1500 BC വരെയുള്ള കാലഘട്ടമാണ് സിന്ധു നദീതട സംസ്കാരം. 3000 മുതൽ 1500 BC വരെയുള്ള കാലഘട്ടമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡരാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡരാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡറാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് നഗരാസൂത്രണവും നഗരവത്കരണവും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നഗരാസൂത്രണവും നഗരവത്കരണവും. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ എന്നാണ്. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ എന്നാണ്. ഇത് ഓർത്ത് വെക്കാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സിന്ധു എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരാണ് അല്ലേ? അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര്, അപ്പോൾ സിന്ധു മെലിഞ്ഞൊരു പെൺകുട്ടിയാണ്, സ്ലിം ആയിട്ടുള്ള മെലിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ മെലൂഹ, സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ എന്നാണ്. സിന്ധു മെലിഞ്ഞ പെൺകുട്ടിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാരാണ്. ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണവും നഗരവത്കരണവും. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ എന്നാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യനാണ്. ഇത് 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ചരിത്രം, സാംസ്കാരികവും കലാപരമായ പാരമ്പര്യം, മതം, ഭാഷ, രാഷ്ട്രതന്ത്രം, തത്വചിന്ത എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചിട്ട്, ഇന്ത്യയുടെ ചരിത്രവും സാംസ്കാരികവും കലാപരമായ പാരമ്പര്യത്തെക്കുറിച്ചും മതം, ഭാഷ, രാഷ്ട്രതന്ത്രം, തത്വചിന്ത എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് സർ വില്യം ജോൺസ്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് ആരാണ്? സർ വില്യം ജോൺസ് ആണ് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ്. ഇന്തോളജിയുടെ പിതാവ് സർ വില്യം ജോൺസ്. അദ്ദേഹം തന്നെയാണ് ചരിത്രത്തിൻ്റെ പിതാവും അദ്ദേഹം തന്നെയാണ് ഇന്തോളജിയുടെ പിതാവ്. സർ വില്യം ജോൺസ്. ഇന്തോളജിയുടെ പിതാവ് സർ വില്യം ജോൺസ് ആണ്. അദ്ദേഹം തന്നെയാണ് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ്. അതുപോലെ തന്നെ ഇന്തോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും സാംസ്കാരികവും കലാപരവുമായ പാരമ്പര്യം, മതം, ഭാഷ, രാഷ്ട്രതന്ത്രം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം സിന്ധു നദീതട സംസ്കാരമാണ് വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നത്. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം സിന്ധു നദീതട സംസ്കാരമാണ്. ഇന്ത്യ എന്ന പേർ ഉടലെടുത്തത് സിന്ധു എന്ന പേരിൽ നിന്നുമാണ്. ഇന്ത്യ എന്ന പേർ ഉടലെടുത്തത് സിന്ധു എന്ന പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേർ ഉടലെടുത്തത്. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയവർ. അതായത് ഈ സിന്ധു നദീതടത്തിലെ ഹാരപ്പ, മോഹൻജാദാരോ, സുത്കാഗേൽഡോർ, അമ്രി, ചാൻഹുദോര ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയവരെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഹാരപ്പയാണ്. ഹാരപ്പ കണ്ടെത്തിയത് ദൈറാം സാഹിനി. അതിലെ കൊല്ലങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ നമുക്കിതിൽ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളും ആ സംസ്കാരങ്ങളും കണ്ടെത്തിയവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. സിന്ധു നദീതട ആ കേന്ദ്രങ്ങൾ കണ്ടെത്തിയവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഹാരപ്പ, ദൈറാം സാഹിനി. അപ്പോൾ അതിനൊരു കോഡ് അല്ലെങ്കിൽ ഒരു ഓർമ്മ വെക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഹാരപ്പ, അപ്പോൾ ഹരി എന്ന് വിചാരിക്കുക. ഹരി,
അപ്പൻ ഹാരപ്പ. ഹരിക്ക് അവൻ്റെ അപ്പനോട് തീരെ ദയുണ്ടായിരുന്നില്ല. ഹരിക്ക് അവൻ്റെ അപ്പനോട് തീരെ ദയുണ്ടായിരുന്നില്ല. ഹാരപ്പ, ദൈറാം, സാഹിനി. ഹരിക്ക് അവൻ്റെ അപ്പനോട് ഒട്ടും ദയ കാണിച്ചിരുന്നില്ല. ഹാരപ്പ, ദൈറാം, സാഹിനി. അടുത്തത് മോഹൻജോദാരോ, RD ബാനർജി. മോഹൻജോദാരോ ആരാണ്? RD ബാനർജി. അതിനും നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാം. മോഹൻജോദാരോ, മോഹൻലാൽ, ഫേമസ് ആയിട്ടുള്ള നടൻ മോഹൻലാൽ. ഈ മോഹൻലാലിൻ്റെ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ അനേകം ഫ്ലക്സുകളും ബാനറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പം മോഹൻജോദാരോ, RD ബാനർജി. മോഹൻലാലിൻ്റെ അനേകം ബാനറുകൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചതായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പം മോഹൻജോദാരോ, RD ബാനർജി. ഇനി സുത്കാഗേൽഡോർ ആരാണ്? ഔറൽ സ്റ്റെയിൻ ആണ്. ഇവിടെ ഡോർ എന്ന് കണ്ടു, സുക്താഗേൽഡോർ. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഔറൽ സ്റ്റെയിൻ ആണ്. നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ ഈ ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. സുത്കാഗേൽഡോർ, ഔറൽ സ്റ്റെയിൻ. അടുത്തത് അമ്രി ആരാണ്? MG മജുംദാർ ആണ്. അമ്രി കണ്ടെത്തിയത് MG മജുംദാർ ആണ്. അതിൽ അമ്രി മജുംദാറിൽ ജും ദായും വെട്ടിക്കഴിഞ്ഞാൽ മർന്ന് ഓൾറെഡി ഉണ്ട്. അപ്പം MG മജുംദാർ കണ്ടു കഴിഞ്ഞാൽ അമ്രി പറ്റാവുന്നതൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ചാൻഹുദാരോ, MG മജുംദാർ. ചാൻഹുദാരോ MG മജുംദാർ തന്നെയാണ്. രംഗ്പൂർ, MS വാട്സ്. ഇതിൽ രംഗ്പൂർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഒരു രംഗം അവതരിപ്പിക്കാൻ എന്താണ് വാട്സ്, എന്ത് അവതരിപ്പിക്കണം ഈ രംഗത്തിൽ, അങ്ങനെ ആ രംഗ്പൂർ MS വാട്സ്. ഈ രംഗത്തിൽ എന്താണ് അവതരിപ്പിക്കേണ്ടത്? അപ്പോൾ MS വാട്സ് രംഗ്പൂർ. കോട്ട്സിജി ഗുറെ. സിജി ഒരു കൂറക്കോട്ടാണ് ഇട്ട് വന്നത്, അങ്ങനെ പഠിച്ചാൽ മതി. കോട്ട്സിജി ഗുറെ. സിജിയുടെ കോട്ട് ഒരു കൂറക്കോട്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. പിന്നെ കാലിബംഗാൻ എ ഘോഷ്. അതായത് ഈ കാലികളെ കൊണ്ടൊക്കെ ഈ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങളില്ലേ? അപ്പം എ ഘോഷ്, ആഘോഷം എന്ന് വായിക്കാം നമുക്ക്. അപ്പം കാലിബംഗാൻ, കാലികളൊക്കെ വെച്ചിട്ടുള്ളൊരു ആഘോഷമാണ് കാലിബംഗാൻ കണ്ടുപിടിച്ചത് എ ഘോഷ്. രൂപാർ വൈ ഡി ശർമ്മ. ഇത് ഇങ്ങനെ കണക്ഷൻ പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത രീതിയിൽ പഠിക്കുക. ഇത് കോഡ് ജസ്റ്റ് അങ്ങനെ എല്ലാം ഓർമ്മയിൽ നിൽക്കാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം അല്ലാതെ കിട്ടുന്നുള്ള കുട്ടികൾ അങ്ങനെ പഠിക്കുക. രൂപാർ വൈ ഡി ശർമ്മ. ലോത്തൽ SR റാവു. സുർക്കോത്താട ജഗത്പതി ജോഷി. ബൻവാലിയും ധോളവീരയും RS ബിഷ്ടയാണ് കണ്ടെത്തിയത്. RS ബിഷ്ട. കോഡുകളില്ലാതെ നമ്മൾ മനപ്പാടായി പഠിക്കുക. കോഡുകളിലൂടെ പഠിക്കാൻ പറ്റിയവർ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യാമല്ലോ. അപ്പം നിങ്ങളങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ബൻവാലി, ധോളവീര, RS ബിഷ്ട. പിന്നെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കുന്നതും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ കണക്ഷനും കൂടി ചിലപ്പോൾ ഓർമ്മയിൽ വരണമെന്നില്ല. അതും ചില കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോരുത്തരും പഠിക്കുക. ബൻവാലി ധോളവീര, RS ബിഷ്ട. ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം. അതായത് നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ് വടക്ക് ഭാഗത്ത് കാണുന്നത്? ജമ്മു കാശ്മീർ അല്ലേ? അപ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ജമ്മുവിലെ മാണ്ഡയാണ് ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായി ഓർത്ത് വെക്കണം. ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശമാണ് ജമ്മുവിലെ മാണ്ഡ.
ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് ഗുജറാത്തിലെ ധൈമാബാദ്. ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് ഗുജറാത്തിലെ ധൈമാബാദ്. അപ്പം തെക്ക് വശത്ത് കാണപ്പെടുന്നത് ഗുജറാത്തിലെ ധൈമാബാദും വടക്ക് ഭാഗത്ത് കാണുന്നത് ജമ്മുവിലെ മാണ്ഡയുമാണ്. തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഗുജറാത്തിലെ ധൈമാബാദ്, വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ജമ്മുവിലെ മാണ്ഡ. സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങൾ പ്രോട്ടോ ആസ്ട്രലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗ്ലോയിഡ്. അപ്പോൾ ഏതൊക്കെയാണ് സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങൾ? പ്രോട്ടോ ആസ്ട്രലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗ്ലോയിഡ്. പ്രോട്ടോ ആസ്ട്രലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗ്ലോയിഡ് എന്നീ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യവർഗങ്ങളുടെ പേരാണ്. അതുപോലെ തന്നെ സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികമുണ്ടായിരുന്ന പ്രദേശം മെഡിറ്ററേനിയൻ. ഇവർ ദ്രാവിഡന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ സിന്ധു നദ നിവാസികൾ ഏറ്റവും അധികം താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയൻ. അത് ഇവിടെയുള്ള അവരെ അറിയപ്പെട്ടിരുന്നത് ദ്രാവിഡർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘടകങ്ങളും, അതായത് പ്രീ ഹാരപ്പൻസ്, ഹാരപ്പൻ, പോസ്റ്റ് ഹാരപ്പൻ നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങൾ രോജ്ഡി, ദസിൽപൂർ, സുർക്കോറ്റാഡ. അപ്പോൾ ഈ 3 ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘടകങ്ങളും നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങളാണ് രോജ്ഡി, ദസിൽപൂർ, സുർക്കോറ്റാഡ. രോജ്ഡി, ദസിൽപൂർ, സുർക്കാറ്റോഡ. രോജ്ഡി, ദസിൽപൂർ, സുർക്കോറ്റാഡ. ഈ സ്ഥലങ്ങളിലാണ് 3 ഹാരപ്പൻ സംസ്കാരങ്ങളും നിലനിന്നിരുന്നത്. പൂർവ്വ ഹാരപ്പൻ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് രംഗ്പൂർ ആണ്. പൂർവ്വ ഹാരപ്പൻ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ അതിൽ 3 ഹാരപ്പൻ സംസ്കാരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രീ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലമാണ് രംഗ്പൂർ. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ ആണ്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് നമുക്ക് സൂചന തന്നത് ആരാണ്? ചാൾസ് മേഴ്സൺ ആണ്. സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തി മാതൃദേവതയും പശുപതി മഹാദേവനും കൂടാതെ മൃഗങ്ങളെയും, അതായത് കാള, വൃക്ഷരൂപങ്ങളെയും പ്രകൃതിശക്തികളായ തീ, മനുഷ്യനും മൃഗവും ചേർന്ന യൂണിക്കോൺ എന്ന പ്രത്യേക രൂപത്തെയും ഇവർ ആരാധിച്ചിരുന്നു. അപ്പോൾ ഈ സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചു പോന്നിരുന്നത് മാതൃദേവതയെ, പശുപതി ദേവനെ, അതുപോലെ മൃഗങ്ങളായ കാള, പ്രകൃതിശക്തികൾ, തീയ്, വൃക്ഷരൂപങ്ങൾ, പിന്നെ മനുഷ്യനും മൃഗവും ചേർന്നൊരു രൂപമാണ് യൂണിക്കോൺ എന്ന പ്രത്യേക രൂപത്തെയും ഇവർ ആരാധിച്ചു പോന്നിരുന്നു. അപ്പോൾ ഈ സിന്ധു നദിയുടെ നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന സ്ഥലം ഏതാണ്? മെഡിറ്ററേനിയൻ ആണ്. അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘടകങ്ങളും നിലനിർത്തുന്ന നഗരങ്ങളാണ് രോജ്ഡി, ദസിൽപൂർ, സുർക്കാറ്റോഡ. പൂർവ്വ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് രംഗ്പൂർ. പിന്നെ സിന്ധു നദിയുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകിയത്, ആദ്യമായി സൂചന നൽകിയത് ആരാണ്? ചാൾസ് മേഴ്സൺ ആണ്. സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തികൾ മാതൃദേവതയും പശുപതി ദേവനും പ്രകൃതിശക്തികളായ തീ, വൃക്ഷരൂപങ്ങൾ, മനുഷ്യനും മൃഗവും ചേർന്ന യൂണിക്കോൺ എന്ന പ്രത്യേക രൂപത്തെയും ഇവർ ആരാധിച്ചിരുന്നു. സിന്ധു നദിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങളാണ് പ്രോട്ടോ ആസ്ട്രലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗ്ലോയിഡ് എന്നീ മനുഷ്യവർഗങ്ങളാണ് സിന്ധു നദിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായി വിശ്വസിക്കുന്നത്. അടുത്തത് ഹാരപ്പൻ ജനതയുടെ എഴുത്ത് ലിപി, ചിത്രലിപിയാണ് ഹാരപ്പൻ ജനതയുടെ എഴുത്ത് ലിപി. അവർ അന്ന് കാലത്ത് ചിത്രങ്ങളിലൂടെയാണ് എഴുതി വെച്ചിരുന്നത്. ഇപ്പോൾ അത് എന്താണോ, അവരിപ്പോൾ ഒരു ചെടിയാണെങ്കിൽ അതിന് ചെടിയുടെ ഒരു ഷേപ്പ്, അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അന്ന് കാലത്ത് അവർ വരച്ചു വെക്കുകയാണ് ചെയ്തത്. കല്ലിലും മറ്റും കൊത്തിവെക്കുകയാണ് ചെയ്തത്. പിക്ടോഗ്രാഫിക്. ഹാരപ്പൻ ജനതയെക്കുറിച്ചിട്ടും ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കും. അപ്പോൾ അവരുടെ ലിപിയാണ് ചിത്രലിപി. ഹാരപ്പൻ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത്
ബോസ്ട്രോഫിഡൻ. ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡൻ എന്നാണ്. ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡൻ. സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകത. സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകൾ, വീടിനോട് ചേർന്ന കിണറുകൾ, ഓട സംവിധാനം, മികച്ച റോഡ് സംവിധാനം. അന്ന് ആ കാലഘട്ടത്തിലും ഇത്രയധികം ഒരു പുരോഗമനം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് സിന്ധു നദീതട നഗരങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളും വീടിനോട് ചേർന്ന കിണറുകൾ, ഓട സംവിധാനം, മികച്ച റോഡ് സംവിധാനം എന്നിവയല്ല. റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ആകൃതി, മട്ടക്കോൺ ആകൃതിയിലാണ് റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാർ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാരാണ്. അപ്പോൾ ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡനാണ്. അതുപോലെ ആ നഗരങ്ങളുടെ പ്രത്യേകത നമ്മൾ കണ്ടു. റോഡുകൾ നിർമ്മിച്ചിരുന്നത് മട്ടക്കോണാകൃതിയിലാണ്. സിന്ധു സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാരാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. നമ്മൾ പഠിച്ചു സിന്ധു നദീതട സംസ്കാരം അറിയപ്പെട്ടിരുന്നത് മെലൂഹ എന്നാണ്. അപ്പോൾ ഈ മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ സിൻഡം എന്ന് വിളിച്ചിരുന്നത് പരുത്തിയെയാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ പരുത്തിയെ വിളിച്ചിരുന്നത് സിൻഡം എന്നാണ്. അതുപോലെ തന്നെ ഈ മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചത് മെലൂഹ എന്നാണ്. അതുപോലെ മെസ്സപ്പൊട്ടോമിയക്കാർ പരുത്തിയെ പറഞ്ഞിരുന്നതാണ് സിൻഡം എന്ന്. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാളയാണ്. സിന്ധു നദീതട ജനത ആരാധിച്ചു പോന്നിരുന്ന മൃഗം കാളയാണ്. അതുപോലെ സിന്ധു നദീതട ജനവിഭാഗം ഇണക്കി വളർത്തിയിരുന്ന ഒരു മൃഗമുണ്ട്, അത് നായയാണ്. കാളയെ ഇവർ ആരാധിച്ചിരുന്നു, നായയാണ് ഇവർ ഇണക്കി വളർത്തിയിരുന്ന സിന്ധു നദീതട നിവാസികൾ ഇണക്കി വളർത്തിയിരുന്ന മൃഗമാണ് നായ. കുശവന്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കുശവന്റെ ചക്രം. കുശവന്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പിനെ കുറിച്ച് അന്ന് കാലത്ത് ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹമാണ് ഇരുമ്പ്. പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗമാണ് സിന്ധു നദീതട നിവാസികൾ. അപ്പോൾ സിന്ധു നദീതട നിവാസികൾ പരുത്തി കൃഷിയാണ് ചെയ്തിരുന്നത്. പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതനമായൊരു ജനവിഭാഗമാണ് സിന്ധു നദീതട നിവാസികൾ. സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16 ആണ്. അവർ അളവ് തൂക്ക സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16 ആണ്. ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലറാണ്. അതായത് ആര്യന്മാർ വന്നതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം തകർന്നു പോയതെന്ന് പറഞ്ഞത് മോർട്ടിമർ ലിവറാണ്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് പലരുടെയും. അപ്പോൾ മോർട്ടിമർ വീലർ പറഞ്ഞത് ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ്. മോർട്ടിമർ വീലറാണ് ആര്യന്മാരുടെ വരവ് കാരണമാണ് സിന്ധു നദീതട സംസ്കാരം തകരുവാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത്. എന്നാൽ GF ഡെൽസി പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത്. GF ഡെൽസി പറയുന്നു പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് GF ഡെൽസിയാണ്. സർ ജോൺ മാർഷൽ, ലാംബ്രിക് മാക്കെ അവർ പറയുന്നത് സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന്. അതായത് സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരം തകരുവാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത് സർ ജോൺ മാർഷൽ, ലാംബ്രിക് മക്കെ. സർ ജോൺ മാർഷലും ലാംബ്രിക് മക്കെയുമാണ് സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1861. സ്ഥാപകൻ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്.
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1861. ഇദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകനും. ഇദ്ദേഹം ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ സ്ഥാപകൻ അലക്സാണ്ടർ കണ്ണിങ്ഹാം തന്നെയാണ്. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആണ്. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1861. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഇനി നമുക്ക് ഇത്രയും പഠിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി പോവാം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാരാണ്. അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത് സിന്ധു എന്ന പേരിൽ നിന്നും. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് സർ വില്യം ജോൺസ്. ഇന്തോളജിയുടെ പിതാവ് സർ വില്യം ജോൺസ്. ഹാരപ്പ കണ്ടെത്തിയത് ദൈറാം സാഹിനി. മോഹൻജാദാരോ RD ബാനർജി. അതുപോലെ അമ്രി MG മജൂംദാർ, രൂപാർ YD ശർമ്മ, ബൻവാലി ധോളവീര, RS ബിഷ്ട എന്നിവരാണ്. അതുപോലെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് ജമ്മുവിലെ മാണ്ട. തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഗുജറാത്തിലെ ദൈമാബാദാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പൂർവ്വ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായി കണ്ട സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഏതാണ്? രംഗ്പൂർ ആണ്. അതുപോലെ ഹാരപ്പൻ ജനതയുടെ ലിപി ചിത്രലിപിയാണ്. പിന്നെ അന്ന് കാലത്ത് അവർ റോഡുകൾ നിർമ്മിച്ചിരുന്നത് മട്ടക്കോണാകൃതിയിലാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. മെസ്സപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചത് മെലൂഹ. മെസ്സപ്പൊട്ടോമിയക്കാർ സിൻഡം എന്ന് വിളിച്ചത് എന്തിനെയാണ്? പരുത്തിയെയാണ്. അന്ന് അവർ ആരാധിച്ചു പോയിരുന്ന മൃഗം ഏതാണ്? കാളയാണ്. ഇണക്കി വളർത്തിയ മൃഗം നായയാണ്. കുശവൻ്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവർക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അതുപോലെ പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗമാണ്. പിന്നെ ഇവർ ഈ സിന്ധു നദിയുടെ നിവാസികൾ. അതുപോലെ തന്നെ ഇവർ അളവ് തൂക്ക സമ്പ്രദായത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നമ്പർ 16 പിന്നെ സിന്ധു നദിയുടെ സംസ്കാരം നശിക്കുവാനുണ്ടായ തകർച്ചയ്ക്കുള്ള ചില കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആര്യന്മാരുടെ വരവാണ് അതിന് കാരണമെന്ന് പറയുന്നത് മോർട്ടിമർ വീലറാണ്. പ്രകൃതി ദുരന്തങ്ങളാണെന്ന് പറയുന്നത് ഡെൽസി GF ഡെൽസിയാണ്. എന്നാൽ സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് അതിന് കാരണമെന്ന് പറയുന്നത് ജോൺ മാർഷലും ലാംബ്രിക് മക്കേയുമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1861. സ്ഥാപകൻ അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. അദ്ദേഹം തന്നെയാണ് പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. എന്നാൽ ഇവിടെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ സർ വില്യം ജോൺസൺ ആണ്. പുരാവസ്തു ശാസ്ത്രം അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഈ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, പരീക്ഷ എഴുതുക. എല്ലാവരെയും ഈശ്വരൻ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല വിജയങ്ങൾ കൈവരിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.